ആഭ്യന്തര സംഘർഷങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വീണ്ടും രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നിർണായക തീരുമാനവുമായി ഇന്ത്യ. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ബംഗ്ലാദേശിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളെ അടിയന്തരമായി നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബംഗ്ലാദേശിലെ നിലവിലെ വഷളായ സുരക്ഷാ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നയതന്ത്ര പ്രതിനിധികളുടെ കുടുംബങ്ങളെ തിരികെ വിളിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഈ ഒഴിപ്പിക്കൽ പ്രക്രിയ എന്ന് നടപ്പിലാക്കുമെന്നോ നിലവിൽ എത്ര ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിൽ ഉണ്ടെന്നോ ഉള്ള ഔദ്യോഗിക വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കുടുംബാംഗങ്ങളെ തിരികെ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നയതന്ത്ര ദൗത്യങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും മറ്റ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളുടെയും പ്രവർത്തനം പതിവ് പോലെ തന്നെ തുടരും. ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ യാതൊരുവിധ വെട്ടിക്കുറവും വരുത്തിയിട്ടില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. വരാനിരിക്കുന്ന ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഒട്ടേറെ പേർ ഇതിനോടകം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ സുരക്ഷയൊരുക്കുന്നതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനുണ്ടായ കടുത്ത വീഴ്ചയിൽ ഇന്ത്യ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിന് സമാനമായി 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമായ സമയത്തും സുരക്ഷ മുൻനിർത്തി ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ ഇന്ത്യ അടിയന്തരമായി ഒഴിപ്പിച്ചിരുന്നു. അയൽ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിൽ സ്വന്തം പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ജാഗ്രതയാണ് ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.